ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ വർഷമായി ചെന്നൈയിലാണ് താമസം. കൃത്യമായി പറഞ്ഞാൽ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ആദ്യമായി കാണാൻ പോവുകയാണ്. ഈ മാപ്പ് അവളിലേക്ക് അടുക്കും തോറും എൻ്റെ ഹൃദയമെടുപ്പ് കൂടുകയാണ്. ഹലോ, എവിടെ മാഡം? തന്നെ ഞാൻ കണ്ടു. ശരി, എന്നിട്ട് എവിടെ? കുറച്ചേരം താൻ തപ്പട്ടേന്ന് വിചാരിച്ചു. അയ്യോ, തപ്പാനൊന്നും വയ്യടോ. എവിടെന്ന് പറ. ഓക്കെ, ശരി. ഹാപ്പി ബർത്ത്ഡേ റാം. നിനക്കിത് പാകാവോന്ന് എനിക്കറിയില്ല. ഒരു ഊഹം വെച്ച് വാങ്ങിയതാ. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഈ ബ്രൗൺ ഷർട്ട് ഇട്ട് വേണം നീ വരാൻ. നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഒരു ചുവന്ന സാരി എടുത്ത് വേണം താൻ വരാൻ. എന്താ ഒന്നും മിണ്ടാത്തെ? അല്ലേ എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കില്ലാത്ത ആളല്ലേ? അറിയില്ല, തൻ്റെ മുമ്പിലിങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ്. കുറേ നേരമായി വന്നിട്ട്? ഇല്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ് വൈസ് എടുത്താൽ വന്നേ, സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാനായിട്ട്. പക്ഷെ ഇന്നത്തെ ദിവസത്തെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഉറക്കമൊന്നും വന്നില്ല. അത് കണ്ടാലും പറയൂ. നമുക്കൊരു ചായ കുടിച്ചാലോ? പിന്നെന്താ. താൻ ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറിയെന്ന് പറയുന്നവരെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. ഇനി എങ്ങാനും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വരാതിരുന്നാലോ എന്ന് കരുതി. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പക്ഷെ ഇത്തവണ എന്തായാലും തന്നെ കണ്ടാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് തടസ്സമൊന്നും വന്നില്ല. ഓഹ്, നാട്ടിലെ ചായ കുടിച്ചിട്ട് എത്ര നാളായെന്നറിയോ? നാട് മിസ് ചെയ്യുന്നുണ്ടോ? ഏയ് ഇല്ല, നാട്ടിൽ എനിക്കങ്ങനെ മിസ് ചെയ്യാൻ പാകത്തിനൊന്നുമില്ലല്ലോ. പിന്നെ ആ കൂടെ മിസ് ചെയ്യുന്ന ഇവിടുത്തെ ഭക്ഷണം. അമ്മ പോയി പിന്നെ അതൊരു വലിയ മിസ്സിങ് ആയി. അമ്മയുടെ ചില റെസിപ്പീസ് ഉണ്ട്, സൂപ്പറാ. തുറന്നോക്ക്. ഇത് കഴിച്ചു നോക്ക്. അമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും കഴിച്ചു നോക്ക്. താനത് മറന്നിട്ടില്ലല്ലേ? അടിപൊളി. ശരിക്കും ശരി, നൈസാണ്. ചുമ്മാതല്ല സ്കൂളിലെ പിള്ളേർക്ക് ടീച്ചറിനോടത്തെ പ്രിയം. പിന്നെ അല്ലാതെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും, നാളെ ഇന്നത് ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അവർക്കിപ്പോൾ ഇതൊരു ശീലമായി. ചന്ദ്ര, താൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ?
വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ കാണില്ലായിരുന്നു. ആ അത്രേ ഉള്ളൂ. പിന്നല്ലാണ്ട്. ഓ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരാതിരുന്നതിന് ഒരാഴ്ച എന്നോട് മിണ്ടാതിരുന്ന ആളായി പറയുന്നത്. പിന്നെ മനുഷ്യന് ദേഷ്യം വരില്ലേ? പണ്ടെപ്പോഴോ പാതി വഴിക്ക് നിർത്തിയ ഡാൻസ് നിന്റെ സപ്പോർട്ടിലാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത്. അരങ്ങേറ്റത്തിന് വരാന്നൊക്കെ വാക്ക് വന്നിട്ട് തലേദിവസം വിളിച്ച് പറഞ്ഞിരിക്കുക, ലീവ് ക്യാൻസലായി, വരാൻ പറ്റത്തില്ല, സോറി. അപ്പം എൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്കേ. മറ്റാരേക്കാളും അന്ന് നീ അവിടെ വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇപ്രാവശ്യം എങ്ങാനും വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ശരിയാക്കി തന്നേനെ ഞാൻ. ശില്പയ്ക്ക് അയച്ചു കൊടുക്കാം. ശില്പയും കൂടെ ഉണ്ടായിരുന്ന രസമായിരുന്നു. അവക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നോണ്ടാ, അല്ലെ അവൾ എന്തായാലും വന്നേനെ. ആ ഒരു കണക്കിന് അവളില്ലാത്ത നന്നായി. അവളുണ്ടായിരുന്ന തന്നോട് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എവിടെയോ രണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ഒരെഴുത്ത് ഗ്രൂപ്പിൽ പരിചയപ്പെടാനും ഇപ്പം എവിടെ എങ്ങനെ ഇരിക്കാനും ഒക്കെ എന്താല്ലേ. ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ശില്പയെ പരിചയപ്പെട്ടത്? അവൾ വഴിയല്ലേ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നത്. അവിടെ വെച്ചല്ലേ എനിക്ക് ഇയാളെ കിട്ടുന്നത്. എല്ലാം എന്തൊക്കെയായിട്ട് കണക്റ്റഡ് ആണെന്നല്ലേ. നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ച ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? നമ്മൾ ശരിക്കും ഒന്ന് വഴക്കിട്ടല്ലേ? വഴക്കിട്ടോന്നോ? ഞാൻ എന്തെഴുതിയിട്ടാലും അതിനെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞാലേ നിനക്ക് സമാധാനം ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് തന്നെ നമ്പറും സേവ് ചെയ്തു. താൻ ആ സമയത്ത് ഓരോ ഫുഡ് ഉണ്ടാക്കി സ്റ്റാറ്റസ് ഇടും. എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും. ഓർമ്മയുണ്ടോ ഞാനെന്നാ ബിരിയാണി ഉണ്ടാക്കിയ ദിവസം എന്തൊക്കെയാ പറഞ്ഞേ? ഉണ്ടാക്കി തന്നെ തിന്നാ പോരെ, നാട്ടുകാർ മൊത്തം കാണിക്കണോ? എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാനൊന്ന് ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ എന്തോ ചെയ്തില്ല. അതുകൊണ്ട് എന്താ ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള റാം, തനിക്ക് വലിയൊന്ന് നിർത്തിക്കൂടെ? അവിടുത്തെ ജോലിയുടെയും ടെൻഷൻ്റെ ഇടയിൽ ആകെയുള്ള റിലീഫ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതോടല്ലേ പിന്നെ പറയണ്ട. പക്ഷെ ഇന്ന് രാവിലെ ഒന്ന് ഇപ്പോൾ ഒന്ന് അല്ലാതെ തൊട്ടുകൂടിയില്ല. ഓഫീസിൽ സമയം കൊണ്ട് എത്ര എണ്ണം വലിച്ചേരുമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ കുറേ നാൾക്ക് ശേഷം ഇന്നാണ് കുറച്ചെങ്കിലും മനസ്സൊന്ന് സന്തോഷമായിട്ടും കുറച്ച് റിലീഫായിട്ടൊക്കെ ഇരിക്കുന്നത്. ചന്ദ്ര, താനെന്തൊന്നും മിണ്ടാത്തെ? ദേ ബസ് വരെ കുറച്ച് നേരം കൂടെ ബാക്കിയുള്ളൂ. അതുവരെ ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ? വന്നപ്പോൾ എന്താ എനർജി ആയിരുന്നു, അതൊക്കെ പോയോ? ഷടാ എന്തേലും ഒന്ന് പറയടോ. ഇപ്പൊ പോയാ ഇനി എപ്പോഴാ വരിക? ഇനി അറിയില്ലടോ, ഇതുവരെ എപ്പോഴെങ്കിലുമൊക്കെ. പക്ഷേ ഇനി വരുമ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പത്തിൽ ഒതുക്കല്ലോ കേട്ടോ, കുറച്ചുകൂടെ ഹെവി ആയിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്തു. ഞാൻ നിന്റെ പഴയ എഴുത്തുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പഴയതുപോലെ എഴുതാനൊന്നൊരു മൂടൊന്നും ഇല്ലടോ ഇപ്പോൾ. രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു നേരമാവും. സത്യം പറഞ്ഞാൽ മടുപ്പ. ലൈഫ് ഇങ്ങനെ ഒരേ ഡയറക്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾക്ക് ശേഷം എന്നാണൊന്ന് റിലീഫൊക്കെ ഉണ്ടാവുന്നതെന്ന്. നാളെ ഇനി തിരിച്ച് വീട്ടിലോട്ട് ചെന്ന് കയറുമ്പം അവിടെ നമ്മളെ കാത്ത് ആരുമില്ല എന്നൊരു സത്യാവസ്ഥ മനസ്സിലാവുമ്പോൾ തോന്നും എന്തിനാ വെറുതെ ജീവിക്കുന്നതെന്ന്. ഏയ്, നടന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഞാൻ ആരാ നിനക്ക് ശരിക്കും? നീ എനിക്ക് ആരാന്നുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല റാം. പ്രായത്തിൻ്റെ എടുത്തിയേട്ടത്തിൽ എൻ്റെ സ്റ്റഡീസും ഫാമിലിയും ഒക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അന്ന് അതായിരുന്നു എൻ്റെ ശരിയും. പക്ഷെ പിന്നീട്
ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചവരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പോയപ്പോൾ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. ഡിവോഴ്സിന് ശേഷം എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആകെ 24 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞ മരിക്കാൻ എനിക്ക് പേടിയായിരുന്നു റാം. ആരെ വിശ്വസിക്കണം, വിശ്വസിക്കണ്ട, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ നിർത്തിയെടുത്ത് വെച്ച് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തു. അന്ന് എൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ എന്നെ കേൾക്കാനും മനസ്സിലാക്കാനും ഞാൻ ക്ഷണിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളാ നീ. ആ നീ എനിക്ക് ആരാണെന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ എനിക്കറിയില്ല റാം. റാം, നീ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? എന്തായിരിക്കും നിന്റെ ഉത്തരം? എൻ്റെ ബുക്ക് കളക്ഷനിൽ ഏറ്റവും പ്രിയപ്പെട്ടതിലൊന്ന് നിനക്ക് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ദാ. ഏയ്, തുറക്കരുത്, പിന്നെ തുറന്നാൽ മതി. നിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം അതിലുണ്ട്. അയ്യോ, ബസ്സെത്താറാൻ തോന്നുന്നു. പോ. റാം, നീ ബസ് കയറി പോകുന്നതാണ് എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവുക ആദ്യം. ചന്ദ്ര, ഞാൻ വിളിച്ചാൽ നീ എൻ്റെ ലൈഫിലോട്ട് വരുമോ? ഒറ്റയ്ക്കായി പോയെന്ന് തോന്നിയെടുത്തു നിന്നും പ്രതീക്ഷയുടെ വെളിച്ചം പകർന്നവളെ. ഈ 28 വർഷത്തിനിടെ അമ്മയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരാൾക്ക് ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാണ്. ഞാനായിരിക്കുന്നതും സന്തോഷവനായിരിക്കുന്നതും നിന്നോടൊപ്പമുള്ള നിമിഷങ്ങളിലാണ്. പോയ പല രാത്രികളും, സ്വപ്നം കണ്ട ഈ ഒരു ദിവസവും, നിന്നോടൊപ്പമുള്ള ഈ നിമിഷങ്ങളും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർക്കുന്നു. എന്ന് സ്വന്തം റാം.